സത്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും കളറിൻ്റെയും പേര് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണ്. പക്ഷെ ഇന്നിപ്പോൾ വേടൻ എന്ന ഒരു കലാകാരൻ ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റേജിൽ കയറി എന്തെല്ലാം വിളിച്ചു പറയുന്നത്. മുഴുക്ക ജാതി മതം, പിന്നെ കളറ്. ഇതാര് ചോദിച്ചു, ആര് പറഞ്ഞു കളർ, ആര് പറഞ്ഞു ജാതി? ഇവിടെ എനിക്ക് എൻ്റെ ടീമിലൊരു 35ഓളം ആർട്ടിസ്റ്റുകളുണ്ട്. ഇവരെല്ലാം വ്യത്യസ്തമായ മത ആചാരങ്ങൾ പുലർത്തിക്കൊണ്ടു പോകുന്ന ആൾക്കാരാണ്. മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനൊന്നും വേറെ അറിവില്ല. വളരെ ചുരുക്കം ചിലവൊക്കെ കാണുന്നുള്ളൂ. പക്ഷെ എനിക്കറിയില്ല എവിടെയാണെന്നുള്ളത്. സമാധാനമായിട്ട് ഈ ജീവിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ജാതിയുടെ പേരിലുള്ള തീപ്പൊരി ആളിക്കത്തിക്കാനുള്ള ശ്രമമാണോ ഇത്? കലാഭവൻ മണിയുടെ കാര്യമെടുത്താൽ അദ്ദേഹം സ്റ്റേജിൽ കയറി ഇന്നുവരെ ജാതിയോ മതമോ പറഞ്ഞിട്ടില്ല. അന്തരിച്ചിട്ട് ഇത്രയും കാലമായെങ്കിൽ പോലും അദ്ദേഹത്തിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കലാവൈഭവത്തെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അവിടെയാണ് ഒരു കലാകാരൻ. അതുപോലെ ഈ വേടൻ്റെ വേറൊരു പ്രശ്നം ഞാൻ കാണുന്നത്, സ്റ്റേജിൽ കയറി അസഭ്യങ്ങൾ പറയുക. സഭ്യമായ ഭാഷ പറഞ്ഞുകൂടെ? ഞാൻ അതിനൊരു ശീലിട്ട് തരാം, ഒന്ന് കേട്ടു നോക്കുക. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണേലൊരു മയിരുമില്ല. പിന്നെ വേടൻ എന്ന എൻ്റെ ഈ കൊച്ചനിയൻ അല്ല, എൻ്റെ രണ്ടാമത്തെ മോൻ്റെ പ്രായമുള്ളൂ നിങ്ങൾക്ക്. മോനെ, നിങ്ങൾ അനുഗ്രഹീത ഒരു കലാകാരനാണ്. കലാകാരനല്ലെന്ന് പറയുന്നില്ല, നല്ല എഴുത്താണ് അല്ലേ, നല്ലൊരു പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്താണ് നിങ്ങളുടെ കുറവ്? പക്ഷേ അത് നല്ല രീതിയിലായിരിക്കണമെന്ന് മാത്രം. നിങ്ങളുടെ പ്രതിഫലം നോക്കിയാൽ സത്യത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, കഴിവുള്ള എത്രയോ കലാകാരന്മാർ ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാതെ പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയൊക്കെ സൗഭാഗ്യം ദൈവം തന്നിട്ടില്ലേ? അതോർത്ത് സന്തോഷിക്കുകയാണ് വേണ്ടത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സ്റ്റേജിൽ കയറിയാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിലൊരു കലാകാരനാകാൻ ശ്രമിക്കുക. അതാണ് വേണ്ടത്. അതുപോലെ സ്റ്റേജിൽ കയറിയാൽ നിങ്ങൾ പറയും എന്നെ അനുകരിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളത്. ഓർക്കേണ്ടത്, നിങ്ങളുടെ സഭ്യമല്ലാത്ത വാക്കുകൾ പുതിയ തലമുറയെ സ്വാധീനിക്കുന്നില്ലേ എന്ന് എനിക്ക് സംശയം. വേടനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കഞ്ചാവ് കേസ്, അതുപോലെ പുലിപ്പല്ലിൻ്റെ കേസ്, ഇതെല്ലാം ആവിയായിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇവിടെയിപ്പം 6 ഗ്രാം വരെ വെക്കാൻ പറ്റും. ഇറ്റ്സ് എ റോങ് മെസ്സേജാണ്. കാരണം ബാക്കി എല്ലാവരും ചിന്തിക്കുന്ന 4 ഗ്രാം വെച്ചാൽ പോരെ, ആർക്കും പിടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് റോങ് മെസ്സേജാണ്. 1 ഗ്രാമാണ് ഇപ്പം തന്നെ കുറ്റകരമാണ്. അല്ല, ഇതെല്ലാം എല്ലാവർക്കും വിട്ടുകൊടുക്കുക. മറ്റുള്ള രാജ്യങ്ങളിൽ ചെയ്യുന്ന, കാനഡയിലൊക്കെ ചെയ്യുന്ന പോലെ ലീഗലൈസ് ചെയ്യുക. ഒരു സ്ഥലത്ത് ഇത് ബാൻ ചെയ്യുമെന്ന് പറയുന്നത്, ഉപയോഗിക്കാൻ പാടില്ല, നിഷിദ്ധമാണെന്ന് പറയുന്നു. എന്നാൽ 6 ഗ്രാം വരെ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റും, കൈ കൊണ്ട് നടക്കാൻ പറ്റും, ഉപയോഗിച്ചാൽ കുഴപ്പമില്ല, സ്വന്തം ജാമ്യത്തിൽ ഇറങ്ങിപ്പോകാം എന്നൊക്കെ പറയുന്നു. ഇറ്റ്സ് എ റോങ് മെസ്സേജ്. പിന്നെ മറ്റൊന്ന്, പുലിപ്പല്ല്. അതായിരുന്നു വേറൊരു പ്രശ്നം. ഇപ്പം അതന്വേഷിച്ച ആൾക്കാരെ സ്ഥലം മാറ്റുന്നു, ആകെ ബഹളം. മനസ്സിലായി? ഇപ്പം പുലിപ്പല്ലില്ല, അത് പ്ലാസ്റ്റിക്കാണ്. പിന്നെ ജയറാമിൻ്റെ കഴുത്തേ കിടന്നത് പ്ലാസ്റ്റിക്കാണ്, പുലിപ്പല്ലല്ല. അതുപോലെ സുരേഷ് ഗോപിയുടെ കഴുത്തേ കിടന്നത് അതും പ്ലാസ്റ്റിക് ആയിരിക്കാം, പുലിപ്പല്ലല്ല. നീതി എല്ലാവർക്കും ഒന്ന് തന്നെ ആയിരിക്കണം, അല്ലാതെ ഇന്നാൾക്ക് വേറെ ഇന്നാൾക്ക് വേറെ, അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഒടുവിലെന്താ, വേടൻ്റെ മേൽ ചുമത്തിയിരിക്കുന്ന എല്ലാ കേസുകളും വാനിഷ്, മാജിക്കിലൂടെ അപ്രത്യക്ഷമായി. ഒടുവിലിപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? വേടൻ